ഹലോ ഡിയേഴ്സ്, അങ്ങനെ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് കേട്ടോ. ക്രിസ്മസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക്, പ്ലം കേക്ക് ഇതൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ട്. കാരണം ഒരെണ്ണം ചെയ്താലും 4 എണ്ണം ചെയ്താലും 1.5 മണിക്കൂർ എന്തായാലും നമ്മളുടെ ഓവൻ വർക്ക് ചെയ്യിപ്പിക്കണം. അപ്പോൾ പിന്നെ ഒരുമിച്ച് വരുന്നതാണ് സുഖം കേട്ടോ. ഇതിപ്പോൾ ഒരെണ്ണം ഒരു ദിവസത്തേക്കും ബാക്കി 3 എണ്ണം അതിൻ്റെ പിറ്റേ ദിവസത്തേക്കുമാണ്. പക്ഷെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കുവാണ് കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. 1 വീക്ക് വരെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇരിക്കും കേട്ടോ. ഇത് നമ്മളുടെ ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിൻ്റെ ക്ലാസ്സിൽ നിന്ന് പഠിച്ച് നമ്മളുടെ സ്റ്റുഡൻസ് ചെയ്ത കേക്ക്സാണ് കേട്ടോ. എല്ലാവരും ചെയ്തിട്ട് നമുക്ക് ഈ കേക്കിൻ്റെയൊക്കെ പിക്ക് അയച്ച് തരുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാണ്. കൂടുതൽ പേരും പറയുന്നത് അവരെല്ലാവരും ഇത് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരാണ്, പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നാണ്. നമ്മളുടെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് എന്താ പറയുക, ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് അവർ ചെയ്ത് കൊടുത്തേക്കുന്ന കേക്കിൻ്റെയൊക്കെയും അവർ സ്വന്തം ആയിട്ട് ചെയ്ത കേക്കിൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ അയച്ച് തരുമ്പോഴേക്കും എനിക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കേക്ക് ക്ലീൻ റാപ്പ് ചെയ്ത് വയ്ക്കുവാണ്. ഇതിപ്പോൾ എനിക്ക് മോൾഡിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ആ മോൾഡിൽ തന്നെ വയ്ക്കുവാണ്. അല്ലാന്നാണെങ്കിൽ സാധാരണ രീതിക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ റാപ്പ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. 1 വീക്ക് വരെ ഞാൻ വെച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ വെച്ചിട്ടില്ല. 1 വീക്ക് വരെ ഒരു പ്രശ്നമില്ലാണ്ടിരിക്കും കേട്ടോ. അതങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ക്യാരറ്റൊക്കെ എന്താ പറയുക പച്ചക്കിടുന്നതാണല്ലോ, കുക്ക് ചെയ്തൊന്നും ഇടുന്നതല്ല. എക്സ്ട്രാ നമ്മളുടെ പ്ലം കേക്കിൽ വയ്ക്കുന്ന പോലെയൊന്നും അല്ലല്ലോ. അപ്പം അതുകൊണ്ട് 1 വീക്കൊക്കെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ധൈര്യമായിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഫസ്റ്റ് കേക്ക് വന്നിട്ട് ഒരു ബാപ്റ്റിസം കേക്കായിരുന്നു. വയ്യായികയുടെ പ്രശ്നമാണോ എന്താണെന്ന് അറിയില്ല, എനിക്ക് കുറച്ച് ശ്രദ്ധക്കുറവോ എന്തൊക്കെയോ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഇന്നത്തെ കുറച്ച് കേക്കിനൊക്കെ എനിക്ക് നന്നായിട്ട് പണി കിട്ടിയിട്ടുണ്ട്. സാധാരണ അങ്ങനെയൊന്നും വരാത്തതാണ്, പക്ഷേ ഈ ഒരു അസുഖം കഴിഞ്ഞ് പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, കട്ടിൽ കണ്ട അപ്പോൾ തന്നെ നേരെ കയറി കിടക്കാൻ തോന്നും. അങ്ങനെ ക്ഷീണം പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതും ചെറിയൊരു ശ്രദ്ധക്കുറവ് വന്നൊരു കേക്കാണ് കേട്ടോ. ഇത് നമ്മൾ ഫുള്ളായിട്ട് അതിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്ത് കളറ് കൊടുത്ത് എല്ലാം ചെയ്ത് സെറ്റാക്കി വെച്ചതാണ്. അപ്പോൾ കസ്റ്റമർ നമുക്കൊരു റെഫറൻസ് പിക്ക് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് സെയിം നമ്മൾ അതിലുണ്ടായിരുന്ന പോലെ ആ കളറ് തന്നെ ബ്ലൂ കളറൊക്കെ തന്നെ കൊടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് അങ്ങനെ ചെറിയൊരു പാലറ്റ് നൈഫിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കേക്കിലുണ്ടായിരുന്നത് കുറച്ച് വലുതാണ്, അപ്പോൾ ഞാൻ ഇത്തിരി ചെറുതാക്കി ചെയ്യാം എന്നൊക്കെ കരുതി ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്ത് പാലറ്റ് നൈഫ് ഡിസൈൻ കൊടുക്കുന്നത് ലാസ്റ്റാണ് കേട്ടോ. നമ്മളുടെ ഈ കേക്ക് പോകുന്നതിനൊരു 10-20 മിനിറ്റ് മുന്നേ ആണ്. പെട്ടെന്നാണ് എനിക്ക് ബോധോദയം ഉണ്ടാകുന്നത്, ദൈവമേ ഇവർ പറഞ്ഞ കളറ് മാറിപ്പോയല്ലോ എന്ന്. അത് ബോധോദയം ഉണ്ടായതല്ല, കുറച്ച് അതായത് ഈ കേക്കിൻ്റെ ലാസ്റ്റത്തേത് കൊടുക്കുന്നതിനും ഒരു 2 മണിക്കൂർ മുന്നേ നമ്മളുടെ ഈ ഒരു ബാപ്റ്റിസത്തിൻ്റെ കുഞ്ഞിൻ്റെ പപ്പ നമ്മളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ബാപ്റ്റിസത്തിൻ്റെ ബാസ്ക്കറ്റ് അവരുടെ കയ്യിലില്ലായിരുന്നു, അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ പുള്ളി വന്നപ്പോഴേക്കും ഡ്രസ്സൊക്കെ ഇട്ട് ആ ബാപ്റ്റിസത്തിന് പോകാനുള്ള ഡ്രസ്സൊക്കെ ഇട്ടാണ് വന്നത്. അപ്പോൾ അവൻ വന്നപ്പോഴേക്കും ഒരു വയലറ്റ് പർപ്പിൾ കളറിലെ ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ബ്ലൂ ഇങ്ങനെ പാലറ്റ് നൈഫ് കൊടുക്കുന്ന കണ്ടപ്പോഴേക്കും അമ്മ ചോദിച്ചു, ബോയ് ആണോ, അതാണോ ബ്ലൂ ചെയ്യുന്നതെന്ന് ചോദിച്ചു. പെട്ടെന്നാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്, ശരിയാണല്ലോ ഇവരെന്തോ കളറ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മൊത്തം പ്രശ്നമായി. കാരണം ഞാൻ ലാസ്റ്റത്തെ ആ ഒരു പാലറ്റ് നൈഫ് ഡിസൈൻ കൊടുത്ത് ആ ഒരു ഇതും വെച്ച് കഴിഞ്ഞാൽ ക്രോസും വെച്ച് ടോപ്പറും വെച്ചാൽ എനിക്ക് നേരെ കൊടുത്തു വിടാം. അങ്ങനത്തെ ഒരു ടൈമിലാണ് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ അതെല്ലാം മാറ്റി ആ ഒരു കളറൊക്കെ കൊടുത്ത് സെറ്റാക്കി. ഇതിപ്പോൾ ചെയ്തിട്ട് നമ്മൾ കുറച്ച് സമയം ഫ്രീസറിലാണ് വെച്ചത്. ഒരു 5 മിനിറ്റോളം ഫ്രീസറിൽ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് എടുത്ത കേക്കാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ലായിരുന്നു, കാരണം നമ്മൾ ക്രീം ഓൾറെഡി ഫ്രിഡ്ജിലിരുന്ന് സെറ്റായിക്കൊണ്ടിരിക്കുന്ന ക്രീമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ശരിക്കും ആ ഒരു ലാസ്റ്റ് ടൈം ഞാനത് ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ അമ്മ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചില്ല എന്നാണെങ്കിൽ ഞാൻ ആ ബ്ലൂ കേക്കുമായിട്ട് പോയാനേ കേട്ടോ. പക്ഷേ ദൈവം കൂടെ ഉണ്ട് എന്ന് പറയുന്നത് സത്യമാണ്. അങ്ങനെ ആ ഒരു ലാസ്റ്റ് ടൈം ആണെങ്കിൽ നമ്മൾ ആ പ്രശ്നങ്ങളൊക്കെ എല്ലാം പരിഹരിച്ചിട്ട് നമ്മളുടെ കേക്ക് അങ്ങോട്ട് കൊടുത്തു കേട്ടോ. സിമ്പിൾ കേക്കായിരുന്നു. ആകെ ആ ഒരു പാലറ്റ് നൈഫ് ഡിസൈൻ, പിന്നെ ഒരു ക്രോസ്, കുറച്ച് ഗോൾഡൻ ലീവ്സ്, കുറച്ച് ഷുഗർ ബീറ്റ്സ് വൈറ്റ്, പിന്നെ ഒരു ബാപ്റ്റിസം ടോപ്പർ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. കസ്റ്റമർ തന്നെ തന്ന ഡിസൈനാണ്. അപ്പം ഞാൻ ആ ഒരു
റെഫറൻസ് പിക്കിൽ ബ്ലൂ കളറാണെന്നതുകൊണ്ട് ആ ബ്ലൂ കളറേ നോക്കി അങ്ങനെ ചെയ്തതാണ് കേട്ടോ. പക്ഷേ ലാസ്റ്റ് ടൈം ആണെങ്കിലും അത് ശരിയാക്കിയത് കൊണ്ട് കൊള്ളാം, ഇല്ലെങ്കിൽ ആകെ ഞാൻ പെട്ടുപോയാനെ. പിന്നെ നമ്മളത് കൊണ്ടൊക്കെ കൊടുക്കാൻ പോയതാണ്. നമ്മൾ 3 പേരും കൂടിയാണ് കേട്ടോ പോയത്. ഞാനും ഹസ്ബൻഡും മോനും കൂടിയിട്ട് സിമ്പിളായിട്ടുള്ളൊരു കുഞ്ഞ് കേക്ക്, ആ ഒരു എന്താ പറയുക, ബാക്ക് ഡ്രോപ്പായിട്ടൊക്കെ നന്നായിട്ട് ചേർന്ന് പോകുന്നുണ്ടായിരുന്നു. കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് ലുക്ക് ആ ഒരു കളർ മാറിയപ്പോഴേക്കും ഭയങ്കര വ്യത്യാസം വന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അടുത്ത കേക്ക് വന്നിട്ട് ഒരു ചോക്ലേറ്റ് ട്രഫിൾ കേക്കായിരുന്നു, ഗനാഷ് ട്രഫിൾ കേക്കായിരുന്നു. ഇത് ഒരു എന്താ പറയുക, നമുക്ക് അധികം സമയം ഉണ്ടായിരുന്നില്ല ചെയ്യാനായിട്ട്. കുറേ സമയം മുന്നേ ഒന്നും കിട്ടിയില്ല. നമ്മളുടെ ആ ഒരു സ്പഞ്ച് നമ്മൾ എടുത്തു, ചൂടാറി നമ്മൾ ആറ്റിയെടുത്തു എന്ന് പറയാം. ഫാനിൻ്റെ കീഴിലൊക്കെ വെച്ചിട്ട് അത്രയും ചെറിയൊരു സമയത്തും കൊണ്ട് ചെയ്തൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നമ്മളുടെ ആ ഒരു സ്പഞ്ച് തണുത്ത് സെറ്റ് ആവാനുള്ളതൊന്നും കിട്ടിയില്ല. നമ്മളൊന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച് അതൊന്നും പറ്റിയൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കേണ്ടി വന്നൊരു കേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഷേപ്പിൻ്റെ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. പക്ഷെ നമുക്ക് സമയം വേണം ഇത് ചെയ്യാൻ, പക്ഷെ അതിനുള്ള ടൈം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളുടെ ഈ ഒരു ഫുൾ ഗനാഷ് കവറിങ്ങും ഫില്ലിങ്ങും അതിൻ്റെ എല്ലാ റേഷ്യോയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മളൊരു ഫുൾ വീഡിയോ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. ഷാർപ്പ് എഡ്ജും എല്ലാം കിട്ടുന്ന രീതിയിൽ നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഷോർട്ട് നോട്ടീസ് കേക്ക് ആയതുകൊണ്ടാണ് ചെറിയൊരു നമുക്കൊരു കാണുമ്പോൾ തന്നെ ചെറിയൊരു വ്യത്യാസം തോന്നുന്നത്. പക്ഷെ മാക്സിമം നമ്മളതെല്ലാം സെറ്റാക്കി ഫൈനൽ ലുക്ക് അടിപൊളിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പുറത്ത് മാത്രം കൊടുക്കാനാണെങ്കിലും ഇത് മതിയോ എന്ന്. കറക്റ്റ് ഈ റേഷ്യോ തന്നെ മതി കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു കേക്ക്, അതിൽ ആ ഒരു ബ്ലാക്കിലേക്ക് ആ ഒരു ഗോൾഡൻ വന്നപ്പോഴേക്കും കേക്കിൻ്റെ ആ ഒരു ലുക്ക് തന്നെ മാറുന്നത് കണ്ടോ. എനിക്ക് ഫൈനൽ ലുക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു കേക്കായിരുന്നു. കസ്റ്റമർ തന്നെ തന്ന ഡിസൈനാണ്, പക്ഷെ അത് കറക്റ്റാക്കി ചെയ്ത് കൊടുത്തപ്പോഴേക്കും ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ. പിന്നെ അടുത്തത് വന്നിട്ട് ഒരു 1/2 kg കേക്കായിരുന്നു. റെഡ് വെൽവെറ്റ് ആയിരുന്നു ഫ്ലേവർ. പക്ഷെ നമുക്കൊരു അതും കസ്റ്റമൈസ്ഡ് തന്നെ ആയിരുന്നു. ആ ഒരു രീതിക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്തതാണ്. ആ ഒരു യെല്ലോ കളറ് അതൊക്കെ കൊടുത്ത് ആ ഒരു ഫ്ലവേഴ്സ് പോലെ നമ്മളുടെ 2D നോസിലാണ് അത് വെച്ച് ചുമ്മാ ഇങ്ങനെ കുത്തി കുത്തി ഫ്ലവർ പോലെയൊക്കെ ചെയ്തിട്ട് സിമ്പിളായിട്ട് ചെയ്ത് കൊടുത്തൊരു കേക്കാണ് കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, ഒത്തിരി സ്ട്രെച്ച് പറയാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട് കേട്ടോ. അതാണ് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സൗണ്ടിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അതുകൊണ്ടിട്ടാണ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. പഴയ പോലെ ആ ഒരു പഴയ ഫോമിലേക്ക് വരാനായിട്ട് പറ്റണില്ല. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണേ. അപ്പോൾ അതങ്ങനെ സിമ്പിളായിട്ട് കൊടുത്തു വിട്ടു. പിന്നെ അടുത്തതൊരു 1 kg നട്ടി ബബിളായിരുന്നേ. അത് നമ്മളെപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ബൂസ്റ്റ് ഇട്ട് ബബിൾസ് വരച്ചിട്ട് അങ്ങനെയാണല്ലോ. ഇതിപ്പോൾ ബബിൾസ് തന്നെ കൊടുക്കുക, എന്നാലും ചെറിയൊരു മാറ്റം ആകാമെന്ന് കരുതിയിട്ട് ഞാൻ ബബിൾസ് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിൽ കൊടുക്കുന്നതിന് പകരം വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഫുള്ളായിട്ട് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്തു. അപ്പോൾ കഴിക്കുമ്പോഴാണെങ്കിലും ആ ഒരു ടേസ്റ്റ് കുറച്ചുകൂടെ നല്ലതായിരിക്കുമല്ലോ. എന്നിട്ട് നമ്മളുടെ ഈ ഒരു ചോക്ലേറ്റ് മോൾഡിൽ കുറച്ച് ബബിൾസ് ചോക്ലേറ്റിൽ ഉണ്ടാക്കിയെടുത്തു കേട്ടോ, ഗ്രീൻ കളറിൽ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ബബിൾസിന് ബബിൾസും ആയി, എന്നാലൊരു വേറെ ഡിസൈനും ആയല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു നട്ടി ബബിൾ കേക്ക് ആ ഒരു രീതിക്ക് കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന കരുതി അങ്ങനെ ചെയ്തതാണ്. പിന്നെ അടുത്തത് വന്നിട്ടൊരു 1/2 kg ബട്ടർ സ്കോച്ച് കേക്കായിരുന്നു. ഇതും സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ, നമ്മളുടെ ചോക്ലേറ്റ് ഡെക്കറേഷൻ എപ്പോഴും വയ്ക്കുന്നത് പോലെ തന്നെ നമ്മൾ ആ ഒരു നട്ടി ബബിളിന് വേണ്ടി അത് ഉണ്ടാക്കിയപ്പോഴേക്കും നമ്മളെപ്പോഴും ചോക്ലേറ്റ് കുറച്ച് കൂടുതലെടുക്കും കേട്ടോ. എന്നിട്ട് കുറച്ച് പല പല മോൾഡിലായിട്ട് ഇങ്ങനെ ഒഴിച്ച് വയ്ക്കും. അപ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ, ഓരോ കേക്കൊക്കെ വരുമ്പോഴേക്കും നമുക്ക് എളുപ്പമാണല്ലോ. പിന്നെ നമുക്ക് ഈ ഒരു ദിവസങ്ങളിൽ അത്യാവശ്യം നമ്മളുടെ കസ്റ്റമൈസ്ഡ് കേക്ക്സും ഉണ്ടായിരുന്നു, നോർമൽ കേക്കും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു കേക്കാണ്. നമ്മളുടെ ആ ഒരു ഫോണ്ടൻറ്റും കാര്യങ്ങളും പിന്നെ ടോയ് അങ്ങനെ എല്ലാം വെച്ചിട്ടുള്ളൊരു കേക്കാണ്. സിമ്പിളായിട്ടുള്ളൊരു കേക്കായിരുന്നു. നമുക്ക് തന്ന ആ ഒരു ഡിസൈനിലെന്ന് വെച്ചാൽ ഫോണ്ടൻറ്റിൽ തന്നെ ആ ഒരു JCBയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ നമ്മളപ്പോൾ ആ ഒരു ടോയിൽ തന്നെ റെഡിയാക്കി കൊടുക്കുവാണ്. അപ്പോൾ കുറച്ചുകൂടെ സംഭവം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവുകയും ചെയ്യും. പിന്നെ അതാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും പിന്നെ കളിക്കാം. അപ്പോൾ ആ ഒരു രീതിക്ക് അങ്ങനെ ചെയ്ത് കൊടുത്തൊരു കേക്കാണ്.
പിന്നെ അടുത്തത് വന്നിട്ട് ഒരു 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്, അധികം ഭയങ്കരമായിട്ടുള്ള വർക്കും കാര്യങ്ങളൊന്നുമില്ല. എന്താ പറയുക, ജസ്റ്റ് ആ ഒരു നെയിം എഴുതി ചോക്ലേറ്റ് ഡെക്കറേഷൻസും വെച്ച് കൊടുത്തിട്ട് ചുമ്മാ ഒരു സാധാരണ ഒരു സിമ്പിൾ കേക്ക് കേട്ടോ. നമുക്കിങ്ങനെ ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് സമയമുള്ളപ്പോൾ നമ്മളിങ്ങനെ തല പുകയ്ക്കും, ഡിസൈൻസൊക്കെ നോക്കും. പക്ഷെ തിരക്കാണെങ്കിൽ ഞാൻ അങ്ങനെ നോക്കത്തില്ല കേട്ടോ. കൂടുതൽ നമ്മൾ ചോക്ലേറ്റ് ഡെക്കറേഷൻസ് തന്നെ വെച്ച് കൊടുക്കും. അധികം അങ്ങനെ എന്താ പറയുക, കുറേ പണികളെടുക്കാൻ പോകത്തില്ല. നമുക്ക് കുറേ സമയം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ക്രീം വർക്കും കാര്യങ്ങളും ഫ്ലവേഴ്സും അങ്ങനെയൊക്കെ നോക്കുന്നത് കേട്ടോ. അല്ലാതെയുള്ള കേക്കാണെങ്കിൽ സിമ്പിളായിട്ട് അങ്ങോട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ കസ്റ്റമേഴ്സും ഹാപ്പിയാണ് കേട്ടോ. ചോക്ലേറ്റ് ഡെക്കറേഷൻ പിന്നെ ഗനാഷ് അവർക്കും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ റെഡിയാക്കും. പിന്നെ അടുത്തത് വന്നിട്ട് ഒരു സിമ്പിളായിട്ടുള്ള വെഡ്ഡിങ് കേക്കായിരുന്നു കേട്ടോ. അത് ജസ്റ്റ് ആ ഒരു ഫ്ലവേഴ്സിൻ്റെ കളർ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ വെച്ച് കൊടുത്തിട്ട് അതും അങ്ങോട്ട് കൊണ്ടുപോയി വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ഇത് എനിക്ക് കുറച്ച് പണി തന്നൊരു കേക്കാണ്. നമ്മളിതിൻ്റെ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനിങ്ങനെ ഒറ്റ മിനിറ്റിൽ എല്ലാം ഇങ്ങനെ ഓടിച്ചു പോകാമെങ്കിലും അത്യാവശ്യം നല്ലൊരു ടൈം എടുത്തിട്ട് ഞാൻ ചെയ്തൊരു കേക്കാണ്. അതായത് ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു മോഡൽ തന്നെ ചെയ്യുന്നത്. പിന്നെ ഈ കട്ട് ചെയ്യുന്ന കേക്ക്സ് ആ കട്ടിങ് മാറിപ്പോയാൽ, അല്ലെങ്കിൽ നമ്മൾ വയ്ക്കുന്ന ഷേപ്പ് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിപ്പോയാൽ സംഗതി മൊത്തത്തിൽ പാളിപ്പോകും കേട്ടോ. പിന്നെ ബോർഡും ഒരു മെയിൻ ഘടകമാണ്. ഇതിപ്പോൾ 3ാമത്തെ ബോർഡാണ്. നമ്മളെപ്പോഴും ആ ഒരു 10 ഇഞ്ചിൻ്റെ റൗണ്ട് എടുത്തെടുത്ത് ആദ്യമേ തന്നെ ഞാൻ അതിലേക്ക് വെച്ചു കേട്ടോ. പിന്നെ ആണ് ഞാൻ കളർ കോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് ഇത് മുറിച്ചിട്ട് മാറ്റേണ്ടതല്ലേ. അപ്പോൾ പിന്നെ 10 ഇഞ്ചിൻ്റെ സ്ക്വയർ ആക്കി, അത് ആ ഒരു എഡ്ജസൊക്കെ കൂടി വരുമ്പോഴേക്കും ഓക്കെ ആകുമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തു. പക്ഷെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതും പറ്റാണ്ടായിട്ട് നേരെ പോയിട്ട് 12 ഇഞ്ചിൻ്റെ സ്ക്വയർ എടുത്തു കേട്ടോ. ഇത് മിക്കപ്പോഴും പറ്റുന്നതാണ് ഈ കട്ട് ചെയ്യുന്ന കേക്കിലൊക്കെ. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് മുൻകൂട്ടി കണ്ടിട്ട് ആകെ ചെയ്തത് ആ ഒരു 5-ൻ്റെ നമ്പർ കേക്ക് ഉണ്ടല്ലോ, അത് മാത്രമായിരിക്കും. ബാക്കി ഈ ഒരു വക സംഭവങ്ങളെല്ലാം ചെയ്യുമ്പോൾ മിക്കപ്പോഴും ഈ ഒരു പണി കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ ഇതങ്ങോട്ട് ഈ ഒരു സംഭവം അങ്ങോട്ട് ബോർഡൊക്കെ ശരിയായി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമുക്ക് പ്രശ്നമില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു കേക്ക് ശരിക്കും ഒരു അത്ഭുതമാണ് കേട്ടോ. ഈ കട്ടിങ് ചെയ്ത് മാറ്റുന്ന എല്ലാ കേക്കും നമ്മൾ ശരിക്കും എന്താ പറയുക, ആ ഒരു നമ്മൾ വെയ്റ്റിനേക്കാളും നല്ലൊരു ഇത് ഫീൽ ചെയ്യും, കുറച്ച് വലുപ്പം ഫീൽ ചെയ്യും. ഇപ്പോൾ നമ്മൾ നോർമൽ ഹാർട്ട് ഷേപ്പ് ആണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ, കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കുന്നതേ ഉള്ളൂ. പക്ഷെ ആ ഒരു വലിപ്പം ശരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് കൂടുതൽ വെയിറ്റ് ഉള്ളതുപോലെ ഫീൽ ചെയ്യാറുണ്ട്. ഇതും അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ. ഇത് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു 1.5 kg 2 kg ഒക്കെയുള്ള ഒരു 1.5 kg മസ്റ്റായിട്ട് തോന്നുമായിരുന്നു. അങ്ങനത്തെ ഒരു കേക്ക് പോലെയൊക്കെ ഫീൽ ചെയ്തു കേട്ടോ. അവർ കട്ട് ചെയ്ത പിക്കിങ്ങിനെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ആ കുട്ടികൾ ഈ കേക്കിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന കണ്ടപ്പോൾ വലിയൊരു കേക്കിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ ആ ഒരു ഷേപ്പ് കറക്റ്റാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. നമ്മളുടെ ആ ഒരു റോഡൊക്കെ വരച്ച് കൊടുത്തിട്ട് ആ ഒരു ഗനാഷാണ് നമ്മളെപ്പോഴും ചെയ്യുന്നത് കേട്ടോ. നമുക്ക് വേണമെന്നാണെങ്കിൽ ഒരു ആഷ് കളറിൽ ക്രീം നമ്മളുടെ ബ്ലാക്ക് കളർ മാജിക്കിൻ്റെ ബ്ലാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്ലാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആഷ് കളർ നമുക്ക് ക്രീമിൽ കിട്ടും. അങ്ങനെ നമുക്ക് ചെയ്യാം. പക്ഷേ കുറച്ചുകൂടെ എന്താ പറയുക, ആ ഒരു ഗ്ലേസിങ് ഉള്ള റോഡായിട്ട് നമ്മളുടെ ചോക്ലേറ്റ് ഗനാഷാണ് എപ്പോഴും നല്ലത്. കഴിക്കാനും ടേസ്റ്റ് വൈസും കുറച്ചുകൂടെ ടേസ്റ്റ് വൈസും ഓക്കെ ആകുന്നത് നമ്മളുടെ ചോക്ലേറ്റ് ഗനാഷാണ് കേട്ടോ. നമ്മൾ ക്രീമിൽ ചെയ്യാൻ നോക്കി കഴിയുമ്പോഴേക്കും കയ്യിലാകുന്ന പ്രശ്നം ഉണ്ടാവും. പിന്നെ ആ ഒരു ടേസ്റ്റും നമ്മളുടെ ചോക്ലേറ്റ് ഗനാഷിന് അത്ര വരത്തില്ല. പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നീറ്റ് ലുക്കും നമുക്ക് എപ്പോഴും ചോക്ലേറ്റ് ഗനാഷിൽ തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. പിന്നെ ആ ഒരു റോഡിൻ്റെ സെൻറ്ററിൽ ആ ഒരു വരയൊക്കെ വരച്ചു. പിന്നെ കുറച്ച് ടോയ്സ്, കാറാണ് നമ്മൾ വെച്ച് കൊടുത്തേക്കുന്നത്. കാറിങ്ങനെ ഇറങ്ങി പോകുന്ന റോഡാണല്ലോ, അപ്പോൾ അതങ്ങനെ വെച്ച് കൊടുത്തു. പിന്നെ കുറച്ച് ട്രീ നമ്മളുടെ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നേരത്തെ എൻ്റെ കയ്യിലുള്ള പ്രിൻ്റാണ്. ഒരുപാട് സ്പെഷ്യലായിട്ട് അങ്ങനെ എടുത്തൊന്നുമില്ല. ആ പ്രിൻ്റൊക്കെ വെച്ചിട്ട് കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അന്നത്തെ കേക്കെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പർച്ചേസിങ്ങിന് പോന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. നമുക്ക് പ്രിൻ്റ് ഉണ്ടായിരുന്നു, പിറ്റേ ദിവസത്തേക്ക് പ്രിൻ്റ് എടുക്കാനുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ കുറച്ച് കുട്ടി ഐറ്റംസൊക്കെ തീർന്നിരിക്കുമായിരുന്നു. അങ്ങനെ വന്നപ്പോഴേക്കും സ്പ്രിങ്കിൾസൊക്കെ കുറേ പുതിയ ക്രിസ്മസ് തീമിലൊക്കെ ഉള്ളത് ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ക്രിസ്മസിന് കുറച്ച് കേക്കെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 2 ക്രിസ്മസ് തീമും പിന്നെ നമ്മൾ നോർമൽ എടുക്കുന്ന കുറച്ച്
സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു. കുറച്ച് ചോക്ലേറ്റ്സ് എല്ലാം കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ വന്നാൽ പിന്നെ എല്ലാത്തിനും കൈയിട്ട് വാരും എന്നുള്ളതുപോലെ 1-2 ഫ്ലവേഴ്സൊക്കെ എടുത്തു. അത് സ്ഥിരമാണ് കേട്ടോ. എനിക്ക് ഭംഗിയുള്ള ഫ്ലവേഴ്സ് കണ്ട് ഞാൻ ഇങ്ങനെ എടുത്തു വയ്ക്കും. ഇപ്പോൾ ഒരു 3 ബോക്സോളം ഫ്ലവേഴ്സ് മാത്രമേ ഇരിക്കുന്നുണ്ട്. പിന്നെ കുറേ ക്യൂട്ട് ഐറ്റംസ് നമ്മളുടെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ളത് വന്നിട്ടുണ്ടായിരുന്നു. പല റേറ്റിനുള്ളതുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നമ്മളുടെ ഈ കുട്ടീസിനൊക്കെ പറ്റിക്കാൻ പറ്റിയ ഗിഫ്റ്റായിട്ട് കൊടുക്കാനും അങ്ങനെയൊക്കെ പറ്റിയിട്ടുള്ള സംഭവങ്ങളായിരുന്നു. ഇതുകൊണ്ട് 40 റുപ്പീസേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ചോക്ലേറ്റ്സൊക്കെ കൊടുക്കാൻ പറ്റിയ ചെറിയ സംഭവങ്ങൾ. ഇത് പല റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് 50 ഉള്ളൂ. ആ ഒരു സൈസ് തന്നെ വേറൊരെണ്ണത്തിന് 100 ഉണ്ടായിരുന്നു. അങ്ങനെ പലത്. പിന്നെ കുറേ നമ്മളുടെ ഹാമ്പർ ബോക്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കാണിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് മിക്കപ്പോഴും എൻക്വയറി വരും ഇതൊക്കെ എവിടെ നിന്ന് കിട്ടും, എങ്ങനെ കിട്ടും, എവിടെ നിന്നാണ് ഞാൻ വാങ്ങിക്കുന്നത്, അങ്ങനെയൊക്കെ. അതുകൊണ്ടാണ് ഞാനിതൊക്കെ കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ കണ്ട ബോക്സിൽ ഇതല്ല, അതിന് മുന്നേ കണ്ട ബോക്സിൽ നമുക്ക് നമ്മളുടെ പ്ലം കേക്കൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും. ഒരു പ്രീമിയം ആയിട്ടുള്ള പ്ലം കേക്കൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോക്സാണ് കേട്ടോ. ഇപ്പോൾ കാണിച്ചതൊക്കെ നമുക്ക് ഹാമ്പർ ബോക്സ് അങ്ങനെയും യൂസ് ചെയ്യാം. ഇതിലും ചെയ്യാൻ പറ്റും. ഇത് നമ്മളുടെ ആ ഒരു പഴയ കാലത്തെ ആ ഒരു പെട്ടി ഇല്ലേ, നമ്മളുടെ തകരപ്പെട്ടി, ആ ഒരു സംഭവമാണ്, പേപ്പറല്ല. ഇതെല്ലാം അങ്ങനത്തെയാണ്, ആ ഒരു ബോക്സാണത്. അതിലൊക്കെ നമുക്കാണെങ്കിലും കുഞ്ഞു ഹാമ്പേഴ്സ്, നമ്മളുടെ കേക്കിൻ്റെ ഐറ്റംസൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. എല്ലാ റേറ്റിലുള്ളതും ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഇത്രയും വലിയ ബോക്സിന് 140 റുപ്പീസേ ഉള്ളൂ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ സാധനങ്ങളും നോക്കി വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ലൊരു ടൈം എനിക്ക് അതിൻ്റെ ഉള്ളിൽ പോകും കേട്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ പേര് ചോദിക്കുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന കൊക്കോ പൗഡർ ഏതാണെന്നാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് വാൻഹുഡിൻ്റെ ആണ്. ഇത് 2 റേറ്റ് ഉണ്ട് കേട്ടോ. അത് മീഡിയം ബ്രൗണും ഡാർക്ക് ബ്രൗണും ഉണ്ട്. മീഡിയം ബ്രൗണിന് 1300 സംതിങ്ങും ഡാർക്ക് ബ്രൗണിന് 1200 സംതിങ്ങുമാണ്. ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് മീഡിയം ബ്രൗൺ ആണ്. 1 kg റേറ്റ് ആണ് കേട്ടോ. പിന്നെ നമ്മളുടെ ബോക്സസ് കുറേ വന്നിട്ടുണ്ട്. അതിന് മുന്നേ കണ്ട നമ്മളുടെ പറയാൻ പറ്റുന്നില്ല, ഇതിങ്ങനെ സ്പീഡിൽ ഓടിപ്പോകുന്നത് കാരണം എനിക്ക് ഒപ്പിക്കാൻ പറ്റുന്നില്ല. ബോക്സസ് കുറേ വന്നിട്ടുണ്ട്. പ്ലം കേക്ക് കൊടുക്കാനുള്ള ബോക്സസ് ഉണ്ട്. ഞാനിങ്ങനെ കണ്ടപ്പോൾ എല്ലാം എടുത്തതാണ് കേട്ടോ. നിങ്ങൾക്കും കൂടി കാണാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പിന്നെ നമ്മളുടെ ഫോക്സ് ബോൾസ് കുറച്ചെടുത്തു. പിന്നെ കുറേ ക്യൂട്ട് ഐറ്റംസ്, ക്രിസ്മസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ കുറേ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് കേക്കിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. എല്ലാം പല റേറ്റാണ്. 5 റുപ്പീസ് മുതൽ ഇതൊക്കെ 100 റുപ്പീസ് വരെ ഉള്ള സംഭവങ്ങളാണ്. പിന്നെ നമ്മളുടെ ടോപ്പേഴ്സ് അങ്ങനെയല്ല. ഞാൻ എല്ലാം ഇത്തിരി എടുത്തു കേട്ടോ. പിന്നെ ഇത് ഞാൻ കുറച്ച് വാങ്ങിച്ചു. നമ്മളുടെ സ്പൈഡറാണ്. അതൊരു അക്രിലിക്കിൻ്റെ സ്പൈഡറാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു കട്ടിയുണ്ട്. നമുക്ക് മിക്കപ്പോഴും യൂസ് ആവുന്നത് കൊണ്ട് അത് കുറച്ച് വാങ്ങിച്ചു. പിന്നെ കുറേ സംഭവങ്ങൾ ഇപ്പോൾ നമുക്ക് പ്രീമിയം ആയിട്ട് നമ്മളുടെ ആ ഒരു പ്ലം കേക്കൊക്കെ കൊടുക്കണം എന്നാണെങ്കിൽ നമുക്ക് ഈ ബോക്സസിലൊക്കെ കൊടുക്കാം കേട്ടോ. എല്ലാ സൈസും അവൈലബിൾ ആണ്. 1/2 kg 1 kg എല്ലാ സൈസും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെന്താ പറയുക, നമ്മളുടെ ക്രിസ്മസിൻ്റേതായിട്ടുള്ള സംഭവങ്ങൾ കുറേ വന്നിട്ടുണ്ട്. ഒരുപാട് മോൾഡുകൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ ഈ ടൈമിൽ കുറേ മോൾഡൊക്കെ വാങ്ങിച്ചത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് കേട്ടോ, പ്ലം കേക്കിന് വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു സാധനം ഞാൻ ടി വിയിലോ ഫോണിലോ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇതിന് 290 എന്തോ ആണ് റേറ്റ് വരുന്നത്. ഇതിങ്ങനെ പല തരത്തിൽ വയ്ക്കാം. ഭയങ്കര ഫ്ലെക്സിബിളായിട്ടുള്ള സാധനമാണ് കേട്ടോ. ഇങ്ങനെ തിരിച്ചും മറിച്ചും വലുതാക്കിയും അങ്ങനെ പല ഷേപ്പിൽ വയ്ക്കുക. ഇത് അതങ്ങനെ കണ്ടപ്പോൾ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തൊന്നുമില്ല, ഞാൻ വാങ്ങിയൊന്നുമില്ല. പിന്നെ നമ്മൾക്ക് അത്യാവശ്യം വേണ്ട ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ, ഒരുപാടൊന്നുമില്ല. എനിക്ക് ആ പ്രിൻറ്റ് മെയിനായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വന്നത് കൊണ്ടിട്ട് അതിൻ്റെ കൂട്ടത്തിൽ വന്നതാണ്. പിന്നെ നമ്മൾ നേരെ വന്നത് ബ്രോഡ്വേയിലോട്ടാണ് കേട്ടോ. കാരണം ഈ റീലിലൊക്കെ കണ്ട് എല്ലാ വർഷവും പോകുന്നതാണ്. എന്നാൽ ഇപ്രാവശ്യം എന്തോ വ്യത്യാസം പോലെ റീലൊക്കെ കണ്ടിട്ട് പോയതാണ്. പക്ഷേ നിങ്ങൾ കാണുന്ന പോലെ അല്ല കേട്ടോ. ഒരു മൺതരി വീഴാനുള്ള സ്ഥലം പോലും അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. അത്തിനും വേണ്ടും മനുഷ്യരായിരുന്നു. ഞാനൊന്ന് അങ്ങോട്ട് കയറിയിട്ട് എനിക്ക് ശ്വാസം വിടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയും തിരക്കായിരുന്നു. പിന്നെ വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ വീഡിയോയൊക്കെ എടുത്തിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. പിന്നെ ഇത് പിറ്റേ ദിവസമാണ്. നമ്മൾ ഈ ഒരു പ്രിൻ്റ് എടുക്കാനാണ് നമ്മൾ മെയിനായിട്ട് പോയത്. അപ്പോൾ കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനും കൂടി ഉണ്ടായിരുന്നത് കൊണ്ടിട്ട് അതങ്ങനെ വാങ്ങിച്ചു പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ 1 kg ഒരു മാംഗോ കേക്ക് ആയിരുന്നു സംഭവം. അപ്പോൾ അതങ്ങോട്ട് റെഡിയാക്കി. ആ ഒരു കളർ കോമ്പിനേഷൻ എനിക്കങ്ങനെ ചുമ്മാ തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ.
പിന്നെ ഇത് നമ്മളുടെ ഇന്നലെ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ ആ ഒരു പ്ലം കേക്ക് ഇത് ഇന്ന് കൊടുക്കണം. ബാക്കി 3 അതിൻ്റെ പിറ്റേ ദിവസം കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. ഇത് അമ്മയുടെയൊക്കെ വിൻ സൊസൈറ്റിയിൽ അവർക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഇങ്ങനെ ജസ്റ്റ് ബട്ടർ പേപ്പറിലാണ് പൊതിഞ്ഞ് കൊടുക്കുന്നത് കേട്ടോ. ബോക്സിലൊന്നും ആക്കിയൊന്നുമില്ല. ഇങ്ങനെ ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പൊതിഞ്ഞു. നമുക്ക് പല വഴികളുണ്ട്. ഞാൻ ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞ് കൊടുക്കാറുണ്ട്, ബോക്സിലാക്കി കൊടുക്കാറുണ്ട്. പിന്നെ നമ്മളുടെ ആ ഒരു ബൊക്കെ ഷീറ്റ് ഉണ്ടാവുമല്ലോ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബൊക്കെ ഷീറ്റ്, അതിൽ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ പല രീതിക്ക് ഞാനിത് പ്ലം കേക്ക് പൊതിഞ്ഞ് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു ചോക്ലേറ്റ് കേക്കായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ചോക്ലേറ്റ് വന്നിട്ട് പുറത്ത് നമ്മൾ വൈറ്റ് ക്രീം കൊടുത്ത് പിന്നെയും ചോക്ലേറ്റ് കവർ ചെയ്ത് അങ്ങനെ എടുത്തൊരു കേക്കാണ്. ഇത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തൊരു കേക്കാണ്. കുറച്ച് സ്ട്രോബെറി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് സ്ട്രോബെറി ആൻഡ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കാമെന്ന് കരുതി. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ കൊണ്ടതാണ്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞറിഞ്ഞില്ലേ, എവിടെയോ എന്തൊക്കെയോ ചെറിയ തകരാറുണ്ടെന്ന്. ശരിക്കും ആ ഒരു അസുഖം കഴിഞ്ഞ പിന്നെ എൻ്റെ കൈയും കാലൊന്നും എൻ്റെ കയ്യിലും കാലിലൊന്നും അല്ലാന്ന് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനത്തെ ഒരു ഇതിൽ നിൽക്കുവാണ് കേട്ടോ. ശരിക്കും അങ്ങോട്ട് റെഡി ആയിട്ടില്ല ഞാൻ. എന്താ നിങ്ങളോട് ഞാൻ പറഞ്ഞത്, ഒന്ന് പ്രാർത്ഥിച്ചേക്കണം ഒന്ന് സെറ്റായി വരാനായിട്ടൊന്ന്. പിന്നെ ആ ഒരു സ്ട്രോബെറീസൊക്കെ എല്ലാം വെച്ച് കൊടുത്തിട്ട് സിമ്പിളായിട്ട് കേക്ക് അങ്ങോട്ട് റെഡിയാക്കി കേട്ടോ. പിന്നെ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന നമ്മളുടെ ഗിഫ്റ്റുകൾ ഇങ്ങനെ നിരന്ന് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഒന്നുമില്ല, എന്താ പറയുക, നമ്മളുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഈ ഒരു വീഡിയോയെ പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നി, ഈ വീഡിയോയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ തന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെയുള്ള കമൻറ്റ്സിന് മാത്രമേ നമ്മൾ സമ്മാനം കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും കാണാവേ. താങ്ക്സ് ഫോർ വാച്ചിങ്.